വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ. ആദ്യം ഷാബു പ്രസാദിലേക്ക്. ഷാബു പ്രസാദ്, ഇത് എന്താണ് ഇങ്ങനെ? അമിത്ഷാ നൽകിയ ഉറപ്പാണ് എം പിമാർക്ക് പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന്. അതേസമയം പ്രോസിക്യൂട്ടർ തന്നെ സമ്മതിക്കുന്നു ട്രയലിൻ്റെ ഒരു പ്രാരംഭഘട്ടമാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുതെന്ന് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞു എന്ന്. ഇതൊരു ഡബിൾ പ്ലേ ആണോ? ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് അമിത്ഷാ പറഞ്ഞു എന്ന് നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു ഇംപ്രഷൻ സൃഷ്ടിച്ചതും പറഞ്ഞതും ആരാണ്? എന്തായാലും അമിത്ഷാ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ആ സ്റ്റേറ്റ് സബ്ജക്റ്റിൽ അത് പൂർണ്ണമായും അങ്ങനെ അവിടെ കോടതിയിൽ FIR കൊടുത്തിരിക്കുന്ന സംസ്ഥാനം കക്ഷിയായിരിക്കുന്ന ഒരു കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അങ്ങനെ പറയുന്ന ഒരു അപക്വമതി അല്ല എന്തായാലും അമിത്ഷാ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കേരള MP ചെന്ന് പറഞ്ഞിട്ടുണ്ടാകും, ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം, ഞങ്ങള് തീർച്ചയായും നീതി നടപ്പാക്കുന്ന രീതിയിൽ ഞങ്ങളെ പറയാവുന്ന രീതിയിൽ പറയാം, ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാം. അതിനപ്പുറം എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെ അമിത്ഷാ ഉറപ്പ് തന്നിട്ടുണ്ട്, എതിർക്കില്ല എന്ന് ഇവിടെ പുറത്തു വന്ന് വ്യാഖ്യാനിച്ചത് കാര്യം അവരുടെ പ്രതീക്ഷ ഏതായിരിക്കാം, അങ്ങനെയായിരിക്കും അവർക്ക് തോന്നിയത്. അതിനെ ചൂട് പിടിച്ചുകൊണ്ട് ഉണ്ടാകുന്ന വ്യാഖ്യാനമാണ് ഇപ്പോഴുള്ളത്. രാജീവ് ചന്ദ്രശേഖറും സമാനമായ കാര്യമാണ് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, ഇപ്പോൾ ഛത്തീസ്ഗഡിലുള്ള ഷോൺ ജോർജ് ആകട്ടെ, അനൂപ് ആന്റണി ആകട്ടെ, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് കഴിയുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യം നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരു ഗവൺമെന്റിന്, ഒരു മന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക്, ഗവൺമെന്റിന് ഒക്കെ ഞങ്ങൾ അതേ സർക്കാർ കൊടുത്ത ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു ജാമ്യാപേക്ഷ ഞങ്ങൾ ഒരിക്കലും എതിർക്കില്ല എന്ന് പറയാൻ കഴിയില്ല ജിൻസെ. അത് കേരള സർക്കാരിനായാലും കഴിയില്ല, ആർക്കും അത് കഴിയില്ല. എതിർക്കില്ല എന്ന് പറയാൻ കഴിയില്ല. എതിർക്കില്ല എന്ന് പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഷാബു പ്രസാദ്. അങ്ങേക്ക് ഓർമ്മയ്ക്കുണ്ടെങ്കിൽ അങ്ങക്ക് വളരെ എളുപ്പത്തിൽ ഓർമ്മ കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറയാം. കെ സുരേന്ദ്രനെതിരെ നടന്ന മറ്റേ ഉദുമ കേസ്, ഉദുമയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസ്, സംസ്ഥാന സർക്കാരാണ് വാദി. പ്രോസിക്യൂട്ടറായത് അഡ്വക്കേറ്റ് C ഷുക്കൂറാണ്, ഷുക്കൂർ വക്കീൽ. സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ എതിർത്തില്ല. അല്ല, എതിർക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ആ കേസ് കോടതിയിൽ വരുന്നതിനും അല്ലെങ്കിൽ ആ വാദം വരുന്നതിന് മുമ്പ് ഞങ്ങൾ എതിർക്കില്ല എന്ന് അഡ്വാൻസ് ആയിട്ട് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എത്രയോ കേസുകളുണ്ട്, എതിർക്കാതിരിക്കുന്ന കേസുകളുണ്ട്, എതിർക്കാതിരിക്കാൻ പറ്റും. പക്ഷേ അത് ഞങ്ങൾ കോടതിയിൽ ഞങ്ങൾ കോടതിയിൽ പറയാൻ പോകുന്നത് ഇന്ന കാര്യമാണ് എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. നോക്കൂ, ഒരു പ്രോസിക്യൂട്ടർ സ്വീകരിക്കുന്നത് ഒരു സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ നിലപാടാണ്, ഒരു കേസിനുള്ള സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ നിലപാടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പറയുന്നത്, ആ കന്യാസ്ത്രീകൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അവർ നിരപരാധികളാണ്. അത് BJP സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടാണ്, BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാടാണ്. ഈ നിലപാട് BJP കേന്ദ്ര നേതൃത്വത്തെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധരിപ്പിക്കാനുള്ളവർ പോയത്. ആ നിലപാടിലൊരു കൺസേൺസ് രാജ്യം മുഴുവൻ BJPക്കില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് കേരളത്തിലെ BJP അധ്യക്ഷൻ ഡൽഹിയിൽ പോകുന്നു, അവരെ കാണുന്നു, ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഒരു ഗവൺമെന്റ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, ഇപ്പം ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് എങ്കിൽ പോലും പറയുമ്പോൾ, ഒരു ഉറപ്പുകൾ കൊടുക്കുമ്പോൾ അതിന് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൂടെ. ഞങ്ങളിലേക്ക് വരാം. ചെറിയൊരു നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്. ശ്രീ നിതിൻ നാരായണൻ ഇവിടെ, നിതീഷ് നാരായണൻ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ജോൺ ബ്രിട്ടാസ് MP ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അമിത്ഷാ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പാണെന്നാണ്, അതായത് കേരളത്തിൽ നിന്നുള്ള MP നൽകിയ ഉറപ്പാണെന്നാണ്. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? ആ ഉറപ്പ് ലംഘിക്കപ്പെട്ട അനുഭവമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ ഇടതുപക്ഷ MP മാത്രമാണോ എന്നുള്ളതറിയില്ല. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് ഉറപ്പാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഇതത്ര അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകിയ ഒരു വാഗ്ദാനത്തിൻ്റെ അപ്പുറത്ത് അത് പാലിക്കാനുള്ള ആർജവവും സത്യസന്ധതയൊന്നും ഉള്ള ആളുകളല്ല BJPയുടെ നേതൃത്വം. അതവർ ചെയ്താൽ ഉത്തരേന്ത്യയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ വിദ്വേഷവും വർഗീയതയും വിഭജന യുക്തിയും പടർത്തിക്കൊണ്ടുള്ള അവരുടെ പ്രചരണത്തെയാണത് ബാധിക്കുക. അപ്പം ഞാൻ കുറച്ച് നേരത്തെ BJPയുടെ പ്രചരണ ഹാൻഡിലുകൾ നോക്കുകയായിരുന്നു, പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലുള്ളത്. മനുഷ്യക്കടത്ത് നടത്തുന്ന ആളുകളായിട്ടാണ് ഈ നഴ്സുമാരെ, ഈ സിസ്റ്റേഴ്സിനെ
പിന്നെ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആളുകളായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടുള്ള വലിയ ക്യാമ്പയിനാണ് ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട്. അവരുടെ കൂടെ നിൽക്കുന്ന ആ കന്യാസ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ തീവ്രവാദികളായിട്ടാണ് അവർ ചിത്രീകരിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു പിന്നെ നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുക? അതുകൊണ്ട് ഇതിൽ അതിശയകരമായിട്ട് യാതൊന്നുമില്ല. ഇത് തന്നെയായിരിക്കും BJPയുടെ നിലപാട്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് അവർ ഇവിടെ ഈ പറയുന്ന ഉത്തരേന്ത്യയിലാകെ എവിടെയെല്ലാം അവർക്ക് സ്വാധീനം നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ അതവർ നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാ ജാമ്യം? ശരിക്കും നമ്മൾ പറയാറുണ്ട് ജാമ്യമാണ് ഒരു മനുഷ്യൻ്റെ അവകാശം. ജയിൽ എന്ന് പറയുന്നത് വളരെ എക്സെപ്ഷണൽ കേസിൽ മാത്രമുള്ളതാണ്. ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ, ബെയിൽ ഷുഡ് ബി ദ റൈറ്റ് എന്നുള്ളതാണ്. ജാമ്യമായിരിക്കണം അവകാശം. എപ്പോഴാണ് ജാമ്യത്തെ എതിർക്കുക? അതായത് കേസന്വേഷണത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് പ്രതികൾ പുറത്തുണ്ടായിക്കഴിഞ്ഞാൽ, കുറ്റാരോപിതർ പുറത്തുണ്ടായിക്കഴിഞ്ഞാൽ അത് ബാധിക്കും എന്ന് ഉറപ്പുള്ളപ്പോഴാണ് ജാമ്യാപേക്ഷയെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. എന്നാൽ ഇവിടെ ആരാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് എത്രയോ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചരിത്രം, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇവർ അപകടകാരികളാണ് എന്നാണ് ഇന്നും BJP പറയുന്നത്. ഛത്തീസ്ഗഡ് ഗവൺമെന്റ് പറയുന്നത് അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകൾ അവർ അപകടകാരികളാണ്. അവർ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം അവർക്കുണ്ടാകരുത്. അവർ തടവിൽ ഒരു പായ പോലുമില്ലാതെ, കട്ടിലില്ലാതെ അവർ നരകിച്ച് കഴിയണം. പറ്റുമെങ്കിൽ സ്റ്റാൻ സ്വാമി മരിച്ചതുപോലെ അവർ അവിടെ കിടന്ന് നരകിച്ച് മരിക്കണം എന്നാണ് അവർ പറയുന്നത്. ആ മരണത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതിൻ്റെ തുടർച്ച മാത്രമാണ് ഇന്ന് നമ്മൾ കോടതിയിൽ കണ്ടിട്ടുള്ളത്. ശരി, ഞാൻ റിജിലേക്ക് വരാം. ഷാബു പ്രസാദ് അങ്ങുമായിട്ടുള്ള ഇടയ്ക്ക് മുറിഞ്ഞുപോയി. ഇവിടെ ഇവർ എന്തോ ഒരു വലിയൊരു കുറ്റം ചെയ്തു എന്നൊരു ബോധം BJP സംസ്ഥാന നേതൃത്വത്തിനില്ല. ഈ മനുഷ്യക്കടത്ത് എന്ന ആരോപണവും ഫോഴ്സ്ഡ് കൺവേർഷൻ എന്നുള്ള ആരോപണവും കേവലം ആരോപണം മാത്രമാണ്, തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ വാദം. അതേസമയം BJPയുടെ ഛത്തീസ്ഗഡ് ഘടകമോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഈ BJP സംസ്ഥാന നേതൃത്വത്തിലുള്ളവരല്ലാത്ത സംഘപരിവാർ അനുകൂലികളൊന്നും അതൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ ശശികല ടീച്ചറാവട്ടെ, TP സെൻകുമാർ ആകട്ടെ, RSS പ്രചാരകരാകട്ടെ, അവർ പറയുന്നത് ഇവർ എന്തോ വലിയ കുറ്റം ചെയ്തെന്നാണ്. അപ്പോൾ ഈ കുറ്റം ചെയ്തോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു പൊതുബോധം BJPക്ക് അകത്തും സംഘപരിവാറിനകത്തും ഇല്ല. ആ ഒരു അഭിപ്രായ ഭിന്നത അല്ലേ ഇന്ന് കോടതിയിൽ കണ്ടത്?